ഹായ്, നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ നന്ദി, നമസ്കാരം. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയുടെ പ്രശസ്തമായ വെള്ളായണി ദേവീക്ഷേത്രത്തിൻ്റെ പുറകുവശത്തുള്ള കിരീടം പാലം എന്ന് പറയുന്ന ആ പ്രകൃതി രമണീയമായ സ്ഥലത്താണ്. ഇവിടെ ധാരാളമായി ടൂറിസ്റ്റുകൾ എത്താറുണ്ട്. ഇവിടെ തൊട്ടടുത്തായി സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷനുണ്ട്. നമ്മുടെ വെള്ളായണി ദേവി ക്ഷേത്രം എത്തുന്നതിന് മുന്നേ വലതുഭാഗത്തായി ഒരു റോഡ് തിരിഞ്ഞു പോകും. ആ റോഡ് വഴിയാണ് ഈ കിരീടം പാലത്തിലേക്ക് എത്തേണ്ടത്. തമ്പാനൂരിൽ നിന്നും, അതായത് തിരുവനന്തപുരത്ത് നിന്നും നമുക്ക് നെയ്യാറ്റിൻകര അല്ലെങ്കിൽ കളിയിക്കവിള അല്ലെങ്കിൽ നാഗർകോവിൽ ബസ്സിൽ കയറിയിട്ട് വെള്ളായണി ജംഗ്ഷനിൽ ഇറങ്ങുക. ഇല്ലെങ്കിൽ ഈസ്റ്റ് പോർട്ടിൽ നിന്നും കിഴക്കേക്കോട്ട നിന്നും വെള്ളായണി ദേവീക്ഷേത്രം എന്ന് പറയുന്ന ബസ്സുണ്ട്. ദേവീക്ഷേത്ര നടയിൽ ഇറങ്ങി അമ്മയെ തൊഴുതു വണങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ഈ കിരീടം പാലത്തിലേക്ക് വരാവുന്നതാണ്. ഇവിടെ കാണുന്നതിന് വേണ്ടി ധാരാളം വെറൈറ്റി പക്ഷികൾ ധാരാളമുണ്ട്. അത് എപ്പോഴും കാണണമെന്നില്ല. അത് വൈകുന്നേരങ്ങളിലും ചിലപ്പോൾ രാവിലെയുമൊക്കെയാണത് ഉണ്ടാകാറുള്ളത്. അതുപോലെ തന്നെ പല പല സിനിമയിലും ഈ ലൊക്കേഷൻ ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റ് വില്ലേജായിട്ട് മാത്രമാണ് വൈകുന്നേരങ്ങളിൽ ഇഷ്ടം പോലെ ജനങ്ങളെത്താറുണ്ട്. ഇത് നമ്മുടെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. കാരണം ഒരു ഭാഗത്ത് കർഷകരുടെ ഒരു കൂട്ടായ്മയിൽ ധാരാളം കൃഷികൾ ചെയ്തു വരുന്ന ഒരു പ്രദേശമാണ്. മറുഭാഗമെന്ന് പറയുന്നത് വെള്ളക്കെട്ടാൽ, അതായത് കൃഷി ചെയ്യാൻ പറ്റാതെ വളരെ നാളുകൾക്ക് മുൻപേ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ കൃഷി വകുപ്പിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം കൃഷി ഇറക്കുന്നതിന് വേണ്ടി ട്രാക്ടർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഇവിടുത്തെ പാടശേഖര സമിതിയും കൃഷി വകുപ്പും ചേർന്ന് നല്ല രീതിയിൽ അവർ ഇവിടെ പേടി നടുന്നതിന് വേണ്ടിയിട്ട് അവർ വളരെയധികം പണിപ്പെടുകയുണ്ടായി. എന്നാൽ അത് ഫലവത്തായില്ല. ട്രാക്ടർ താന്നുപോയി. പകരം ട്രാക്ടർ കൊണ്ടുവന്നു എങ്കിലും പറ്റിയില്ല. പിന്നെ അത് ക്രെയിൻ കൊണ്ടുവന്നാണ് ആ ട്രാക്ടറിനെ പൊക്കിയെടുത്തത്. അപ്പോൾ പുതുതായി എന്തെങ്കിലും ഒരു കൃഷി ഇറക്കാൻ വേണ്ടി ആ സ്ഥലത്ത്, അതല്ലെങ്കിൽ മണ്ണിറക്കി പുതിയ എന്തെങ്കിലും ഒരു കൃഷി രീതി കൊണ്ടുവരണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടെ ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ പറയുകയാണ്. കാരണം കോർപ്പറേഷൻ BJPയുടെ കയ്യിലാണല്ലോ. ഇവിടെ കോർപ്പറേഷൻ്റെ ഏരിയ എന്നാണ് എനിക്ക് തോന്നുന്നത്. പല രാഷ്ട്രീയ പ്രമുഖരും പല പാർട്ടിക്കാരും ഒക്കെ ഭരണത്തിൽ വന്ന് പലതും ചെയ്ത് ഒക്കെ പോയതാണല്ലോ. അപ്പോൾ ഇനി BJP ഭരണത്തിൽ വന്നതുകൊണ്ട് കോർപ്പറേഷൻ ഏരിയ ആയതുകൊണ്ട് ഈ വെള്ളക്കെട്ട് മാറ്റി ഈ വെള്ളം എവിടുന്ന് വരുന്നു ആ വെള്ളത്തിനെ എങ്ങോട്ട് വിടാം. ഇവിടെ 3-4 പമ്പ് സെറ്റ് വെച്ചുകൊണ്ട്, പെട്ടിയും പറയുമെന്ന് പറയുന്ന പമ്പ് സെറ്റ് വെച്ചുകൊണ്ട് വെള്ളം കനാലിലേക്ക് ഒഴുക്കി വിടുന്നു. പക്ഷേ നെല്ല് നട്ട് കഴിഞ്ഞാൽ ആ പരുവമായി വരുന്ന സമയം നമുക്കത് വിളവെടുക്കാൻ കഴിയില്ല. കാരണം മഴയത്ത് കംപ്ലീറ്റ് വെള്ളം കൊണ്ട് മൂടി അത് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെള്ളം കനാലിലേക്ക് എങ്ങനെ കൊണ്ടുവന്ന് വലിയ കനാലിലേക്ക് മാറ്റാം. പെട്ടിയും പറയും ഉപയോഗിച്ച് ഇവിടെ വെള്ളം മാറ്റുന്നുണ്ട്, എങ്കിലും അത് ശരിയാവുന്നില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. BJP ഭരണം വന്നു, കോർപ്പറേഷനിൽ നമുക്ക് അവരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ഇതാണ് പറയുന്നു എങ്കിലും തിരുവനന്തപുരം നഗരത്തിൻ്റെ വെള്ളക്കെട്ട് മാറ്റാൻ പറ്റാത്ത അവർ വെള്ളായണിക്കായലിൽ ഈ തരിശുഭൂമിയിൽ കൃഷി ഇറക്കാൻ അവർക്ക് എങ്ങനെ കഴിയില്ല. ഇത് കാലാകാലങ്ങളിൽ എത്രയോ കാലം കൊണ്ട് എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ കാണുന്ന ഒരു പ്രദേശമാണ്. ഈ കൃഷിയില്ലാതെ കിടക്കുന്ന കാണുന്ന ആ പ്രദേശം ഇത് ഹെക്ടർ കണക്കിനാണ്, അല്ലാതെ 5 സെൻറ്റോ 10 സെൻറ്റോ ഒന്നുമല്ല. ഹെക്ടർ കണക്കിന് സ്ഥലമാണ് ഇങ്ങനെ വിജനമായി കാട് പിടിച്ച് കിടക്കുന്നത്. ഇത് സർക്കാരിൻ്റെയോ പിന്നെ പ്രൈവറ്റ് എന്തായിരുന്നാൽ ആ പ്രോപ്പർട്ടി പാടശേഖര സമിതിയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഈ പ്രകൃതി രമണീയമായ നല്ലൊരു കാഴ്ചയാണ് ഇതാ നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ
കാണുന്നതിന് വേണ്ടിയിട്ട് മറ്റ് പ്രത്യേകിച്ച് യാതൊന്നുമില്ല. കാട്, അതുപോലെ തന്നെ വെള്ളായണിക്കായൽ മറു സൈഡ്, ഇവിടുന്ന് മുകളിലേക്ക് കയറി കഴിഞ്ഞിരുന്നാൽ വലിയ ഒരു കനാലുണ്ട്. ആ വലത് ഭാഗത്ത് പോയി കഴിഞ്ഞിരുന്നാൽ കള്ള് ഷാപ്പാണ്. കപ്പയും കള്ളും എല്ലാം കിട്ടുന്ന വലിയ ഒരു കള്ള് ഷാപ്പുണ്ട്. അവിടെ വളരെ നല്ല രീതിയിലുള്ള പാചകം ചെയ്തുകൊണ്ടുള്ള വിഭവങ്ങളാണ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത്. വളരെ സുന്ദരമായ കാഴ്ചയും കൃഷിത്തോട്ടങ്ങളുമൊക്കെ കാണാൻ കഴിയുന്ന, കിരീടം പാലം കാണാൻ കഴിയുന്ന, നമ്മുടെ വെള്ളായണി ദേവീക്ഷേത്രം കാണാൻ കഴിയുന്ന, വെള്ളായണി കായൽ കാണാൻ കഴിയുന്ന നല്ലൊരു പ്രദേശമാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.